ചെറുതായിട്ട് ഇപ്പം നമ്മുടെ ഈ മുണ്ടെയിൻ ലൈഫിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം, എന്താണ് ഇംബാലൻസ് ആവുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു. പഞ്ചഭൂതം എങ്ങനെയാണ് നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരാളുടെ ഡെയിലി ലൈഫിൽ ഓരോരോ ഈ സൈലൻസ് ചിലർക്ക് ഭയങ്കര കാംനെസ് കൊണ്ടുവരും. എനിക്കങ്ങനെയാണ്. എനിക്ക് കുറച്ചൊന്ന് ഒരു ഹൈബർനേറ്റ് സ്റ്റേറ്റിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര റിലീഫ് വരും. പക്ഷെ ചിലവർക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ എപ്പോഴും സൈലൻസിലാണ്. അതാ പ്രശ്നമെന്നറിയില്ല, എനിക്കത് ഗുണമാണ്. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും അകത്ത് ഭയങ്കര സൈലൻസ്, പുറത്ത് ഭയങ്കര ബഹളമൊക്കെ ഇരിക്കും, പക്ഷെ അകത്ത് വളരെ സൈലൻ്റാണ്. അശോക് ചോദിച്ചു വരണേ എനിക്ക് മനസ്സിലായി. ചില ആൾക്കാർക്ക് അത് താങ്ങാൻ പറ്റില്ല, നിശബ്ദത താങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെപ്പോഴും കൂട്ടുകെട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അവർക്ക് എപ്പോഴും എന്തെങ്കിലും ബഹളം വേണം. അതിന് ഞാൻ 2-3 പേരെ ഇങ്ങനെ എനിക്ക് അറിയാവുന്നവരുണ്ട്. പക്ഷെ അവർക്ക് ഞാൻ കണ്ടിരിക്കുന്നത് അവരെല്ലാത്തിൽ നിന്നും ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടുന്നതെന്നൊരു. ഈ സൈലൻസിനെ ഭയക്കുന്നവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നവരാ. എസ്കേപ്പിസം ഉണ്ടാവും ഉള്ളിൽ. അവരുടെ ഉള്ളിൽ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള പല വിഷയങ്ങളുണ്ടാവും. നമുക്കിപ്പോൾ ഭൂതങ്ങളുടെ കണക്കിൽ പറഞ്ഞാൽ ആകാശമാണ് നിശബ്ദതയുടെ സ്ഥലം. ആകാശത്തിനെ നമ്മൾ ശുദ്ധീകരിക്കുന്നത്, സാധാരണക്കാരന് ബോധശുദ്ധിയൊന്നും ചെയ്യാൻ പറ്റില്ല. ബോധശുദ്ധി യൗകികമായിട്ടോ കുണ്ഡലിനി യോഗത്തിലൊക്കെ വരണ, താന്ത്രികമായിട്ടൊക്കെ വരണ ഒരു വിഷയമാണ് ബോധശുദ്ധി ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതിൽ സട്ടിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രോസ് ബോഡിയെ, നമ്മുടെ ഈ ഭൗതിക ശരീരത്തിനെ മനസ്സുകൊണ്ട്, മന്ത്രങ്ങളും ന്യാസങ്ങളും ചില ചടങ്ങുകളും കൊണ്ട് നമ്മൾ സാങ്കല്പികമായിട്ട് നമ്മുടെ 5 എലമെൻറ്റുകളിലേക്ക് ശുദ്ധീകരിച്ച്, അതായത് അതിനെ ഡീകൺസ്ട്രക്റ്റ് ചെയ്ത് ചുരുക്കി ആ 5 എലമെൻറ്റുകളെ ഫർദർ സൂക്ഷ്മമായിട്ട് ശുദ്ധീകരിച്ച് വീണ്ടും നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ മനസ്സിനെ റീബിൽഡ് ചെയ്യുന്നൊരു ഭയങ്കര എക്സസൈസാണ് ശരിക്കും ബോധശുദ്ധി ക്രിയ. ഇത് തന്നെ ബോധശുദ്ധി ക്രിയ ഇത് തന്നെയാണ് നമ്മൾ സഹസ്രകലശത്തിൽ ചെയ്യണം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് ചുരുക്കി അതിനെയൊക്കെ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വീണ്ടും ഭഗവാനെ റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവസാനം പ്രാണൻ ബ്രഹ്മകലശം ആടുമ്പോൾ ഇത് ചെയ്യണം. ഇത് തന്നെയാണ് ബോധശുദ്ധിയിലും ചെയ്യുന്നത്. ആ ബോധശുദ്ധി ക്രിയയിൽ വരുന്ന ഒരു എലമെൻ്റാണ് ആകാശത്തിൻ്റെ ശുദ്ധി. ആകാശത്തിൻ്റെ ശുദ്ധിക്ക് പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരന് മന്ത്രം കൊണ്ടോ ഒന്നും അല്ലാണ്ട് ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് നിശബ്ദതയാണ്. സൈലൻസാണ് ഏറ്റവും വലിയ ക്യൂർ. മൗനം, അതിനാണ് ഈ മൗനവ്രതം, ഏകാന്തവാസം, ഇതൊക്കെ പറയണത്. ലോൺലിനെസ്സിന്ന് സോളിറ്റ്യൂഡിലേക്ക് പോകണം. ലോൺലിനെസ് സോളിറ്റ്യൂഡ് ഒന്നല്ല. ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരു പ്രഭാഷണമുണ്ട്, ഒറ്റപ്പെടലിനെ എങ്ങനെ കരുത്താക്കി മാറ്റാമെന്ന് പറഞ്ഞിട്ട്. വളരെ ഒറ്റപ്പെടലാണ് ഈ എസ്കേപ്പിസം, നമ്മളെ സൈലൻസിൽ നിന്ന് ഓടി രക്ഷപ്പെടുത്തിപ്പിക്കുന്നത്. സോളിറ്റ്യൂഡ് അതല്ല, അവിടെ ഏകാന്തമായിട്ട് അതിൽ ഫോക്കസ്ഡായിട്ട് അതിൽ നിറവോടുകൂടി ഹാപ്പി ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതാണ് സൈലൻസ്. അപ്പോൾ ആകാശം കോപിക്കും, എലമെൻറ്റുകളുടെ കോപം എന്ന് പറഞ്ഞാൽ എലമെൻറ്റുകളിൽ വരെ ഡിസ്റ്റർബൻസ്, അസന്തുലിതമാകുമ്പോൾ, ഇംബാലൻസ്ഡ് ആകുമ്പോൾ ആകാശത്തിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് സൈലൻസ് കൊണ്ടാണ്. അമിതമായ ശബ്ദങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഇൻറ്റേർണൽ നോയ്സ് ആണെങ്കിലും പുറത്തുള്ള നോയ്സ് ആണെങ്കിലും, മനസ്സിലുള്ള ചിന്തകളുടെ ആക്രമണം, ഭയങ്കര സംസാരങ്ങൾ, പല ചിന്തകൾ, ഇതാണെങ്കിലും ഇനി പുറത്താണെങ്കിലും ആകാശം കുഴപ്പത്തില്ല. അതിനെ കറക്റ്റ് ചെയ്യണം സൈലൻസ്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ വേറെയും എലമെൻറ്റുകൾ കുഴപ്പമുണ്ടാക്കാം അല്ലേ? ഒരു വശത്ത് സൈലൻസ് ആവശ്യമായിട്ട് വരുമ്പോൾ മറുവശത്ത് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഭയം, ഒറ്റയ്ക്കിരിക്കാനുള്ള പേടി, ഇതൊക്കെ മറ്റ് എലമെൻറ്റുകൾ, പ്രത്യേകിച്ച് വായു, അഗ്നിയുടെ കുറവ്, ഉത്സാഹമില്ലായ്മ, ഈവൻ ഗ്രൗണ്ടിങ് ഇല്ലാണ്ടിരിക്കുക, പൃഥ്വിയുടെ പ്രശ്നങ്ങൾ, ജലത്തിൻ്റെ പോലെ അനുസ്യൂതമായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ള സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് വരാണ്ട്, ഒരു പ്രോപ്പർ തോട്ടുകൾ വരാതെ ഇരിക്കുക, ഇതൊക്കെ സംഭവിക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ച് പോകണം തോന്നും. സൈലൻസിൽ ഡോപ്പമിൻ ഇല്ല. ഡോപ്പമിൻ കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം എന്തുകൊണ്ട് ഈ റീല് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പം കിട്ടുന്നൊരു കിക്കാണ്. ആ ഒരു കിക്ക് കഴിഞ്ഞാൽ അടുത്ത കിക്ക്. അതുകൊണ്ടാണ് ഈ റീലും പോസ്റ്റും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും മാറ്റി വെച്ച് മിണ്ടാതിരിക്കാൻ സാധിക്കില്ല.
ഒരു കാലത്ത് ഈ ഫേസ്ബുക്ക് വന്ന കാലത്ത്, അല്ലെങ്കിൽ ഫേസ്ബുക്കല്ല ഞാൻ പറയുന്നത്, ഈ വാട്സപ്പിൻ്റെ ആദ്യകാലത്ത് ഞാൻ തന്നെ എന്നിൽ കണ്ടെത്തിയ ഒരു ദുഷിച്ച ഗുണം, ഒരു കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. ഈ ഗുഡ് മോർണിംഗ് വരുന്നതിൽ നല്ല ഭഗവാന്മാരുടെ പടം ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ ഞാൻ ഗാലറിയിൽ സേവ് ചെയ്ത് വയ്ക്കും. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എനിക്കൊരു ഡോപ്പമിൻ തരുന്നുണ്ട്, ഒരു കിക്ക് തരുന്നുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് ഇത് ഞാൻ പിന്നെ നോക്കുപോലുമില്ല. ഇത് വാസ്തവത്തിൽ മെൻ്റൽ നോയ്സാണ് ഉണ്ടാക്കണം. എന്ത് മെൻ്റൽ നോയ്സും സൈലൻസിന് അഗൻസ്റ്റാണ് ആക്ട് ചെയ്യുക, അല്ലേ? ചില ആൾക്കാർക്ക് ആ മെൻ്റൽ നോയ്സിനോട് അഡിക്ഷൻ ഉണ്ടാവും, അവർക്ക് സൈലൻസ് പറ്റില്ല. ആകാശത്തിന് പ്യുവറാക്കി വെക്കാൻ അവർക്ക് സാധിക്കാത്തത് അപ്പുറത്തുള്ള വേറൊരു എലമെൻറ്റിൻ്റെ, ഫോർ എക്സാമ്പിൾ വായുവിൻ്റെ അല്ലെങ്കിൽ അഗ്നിയാണ് ഈ ഡോപ്പമിൻ്റെ കിക്ക് തരുന്നത്, എനർജി കയറ്റി കൊണ്ടുവരുന്നത്. ഇതിൽ വരുന്ന ഒരു അബറേഷനായിരിക്കും. അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്തിട്ട് വേണം ഇവിടെ സൈലൻസ് പ്രാക്ടീസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ആകാശത്തിന് കൊടുക്കണ മരുന്ന് വേറൊരു ഭൂതത്തിന് വിഷമായിട്ട് മാറും. മനസ്സിലായി? അതുകൊണ്ടാണ് സമഗ്രമായിട്ട് ഇത് അറിയണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതങ്ങളുടെ ബാലൻസിങ് യൂണിഫോംലി ചെയ്തുകൊണ്ടിരിക്കണം. എന്നിൽ ഏതാ കുറവെന്ന് നോക്കാണ്ടിരിക്കുന്നതല്ല, സദാ ഞാൻ ബാലൻസ്ഡ് ആയിട്ടിരിക്കണം. അതിന് ആദ്യം വേണ്ടത് സന്തുലിതമായിട്ടുള്ള ജീവിത രീതി, അച്ചടക്കത്തോടെ സന്തുലിതമായിട്ടുള്ള ചിട്ടയായിട്ടുള്ളൊരു ജീവിത രീതി ഉണ്ടായാൽ തന്നെ ചിട്ടയായിട്ടുള്ള ഭക്ഷണ രീതി, ചിട്ടയായിട്ടുള്ള മാനസിക ഭക്ഷണ രീതി, മനസ്സിലേക്ക് എന്തെടുക്കണു, ഈ ഡിസിപ്ലിൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പഞ്ചഭൂതങ്ങളുടെ ബാലൻസ് അവിടെ വരും, വരാതിരിക്കില്ല, 100% വരും. പിന്നെ നമ്മുടെ പൂർവ്വകർമ്മത്തിൻ്റെയൊക്കെ സ്വാധീനങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ അനുഭവിക്കും. ആ പൂർവ്വകർമ്മം സ്വാധീനിക്കുന്നതും എവിടെയാണ്? പഞ്ചഭൂതങ്ങളുടെ ബാലൻസിനാണ്. അങ്ങനെയാണ് അസുഖങ്ങളായിട്ടും ദുരന്തങ്ങളായിട്ടും ഒക്കെ വരുന്നത്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. പക്ഷെ ഒരു ശരാശരി മനുഷ്യന് ഇപ്പം മന്ത്രമൊന്നും അറിയില്ല, അപ്പോൾ ഭൂതശുദ്ധിക്രിയ പോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സൊന്നും അറിയേണ്ടാത്ത ആവശ്യമില്ലാത്തൊരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സും ശരീരത്തിനെയും ആത്മാവിനെയും ചിട്ടയായിട്ടുള്ളൊരു ജീവിതത്തിൽ കൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അഷ്ടാംഗ യോഗം പഠിപ്പിക്കുന്ന എന്താ യോഗവിദ്യ? ഒരു പായും ചുരുട്ടിയിട്ട് യോഗാസനം കാണിക്കാൻ പോക്കല്ലല്ലോ. ആദ്യത്തെ കുറഞ്ഞൊരു 3-4 വർഷം യമനിയമാദികൾ അനുസരിക്കാനാണ് പറഞ്ഞത്. ചില ചിട്ടകൾ, ചില അരുതുകൾ, മറ്റുള്ളവരൊക്കെ പ്രപഞ്ചത്തിനോ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നുണ പറയാതിരിക്കുക, സത്യം മാത്രം. ഇതൊക്കെ ഭൂതങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതോരോന്നും കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാണായാമാദികളൊക്കെ ചെയ്യുമ്പോൾ പ്രാണായാമം കൊണ്ട് വായുവിനെ ശുദ്ധാക്കാം. കാരണം വായു നാഡിയെ ശുദ്ധാക്കും. പ്രാണായാമം കൊണ്ടല്ലേ നാഡി തുറക്കുക, നമ്മൾ നാഡിയെ ശുദ്ധാക്കും. ബുദ്ധി കറക്റ്റാവും. അഗ്നിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ അഗ്നിശുദ്ധാവും. ആത്മാവിനോട് ആഭിമുഖ്യം കൊണ്ടുവന്ന ബുദ്ധി വന്നു കഴിഞ്ഞാൽ ശുദ്ധബുദ്ധിയായി. വികാരസ്പർശം വരാത്ത ബുദ്ധി വന്നാൽ അത് അഗ്നിയാണ്. അതുകൊണ്ടാണ് ഗണപതി ശുദ്ധബുദ്ധിയാവുന്നത്. ഗണപതിയുടെ ഏറ്റവും വലിയ ഫോഴ്സ് എന്താ? ജഠരാഗ്നി. എന്തിനേയും കത്തുന്ന അഗ്നി. അനലാസുരനെ വിഴുങ്ങി എന്നാണ് പറഞ്ഞത്. ദുഷിച്ച അഗ്നിയെ വരെ വിഴുങ്ങി ശുദ്ധാക്കി. ഇന്ന് ആൾക്കാർ കറുകമാല കൊണ്ടുപോയിട്ട് ഗണപതിക്ക് അട്ടിക്ക് വെച്ച് കൊടുക്കട്ടെ. എന്തിനാ ഗണപതിക്ക് കറുക കൊടുക്കണമെന്ന് ആർക്കും അറിയില്ല. കറുക എല്ലാ ദുഷിച്ച എരിച്ചിലുകളെയും മാറ്റിയിട്ട് അഗ്നിയെ ശുദ്ധാക്കണ വസ്തുവാണ്. ആണ് കറുക ഹോമിക്കുന്നത്. കറുക കൊണ്ട് ശാന്തി കഴിപ്പിക്കുന്നത്. ശാന്തിക്കൊക്കെ കറുകയ്ക്ക് ഇത്രയ്ക്കും പ്രാധാന്യം വരണത് ഇതുകൊണ്ടാണ്. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമോഷൻസ് ടെയിൻറ്റഡ് ആക്കാത്ത പ്യുവർ ഇൻ്റലക്റ്റ് അഗ്നിയാണ്. അപ്പോൾ ശരീരത്തിൽ അഗ്നിശുദ്ധി വരുത്തുന്നത് ഇങ്ങനെ ബുദ്ധിയെ ശുദ്ധാക്കിയിട്ടാണ്. പ്രാണനെ ശുദ്ധാക്കിയാൽ വായു ശുദ്ധാവും, മനസ്സ് ശുദ്ധാവും. കഴിക്കുന്ന ഭക്ഷണം ശുദ്ധായ പൃഥ്വിതത്വം കറക്റ്റാവും. അന്നശുദ്ധി, അന്നം പൃഥ്വിതത്വമാണ്. അന്നം ശുദ്ധായ പഴകിയത്, വളിച്ചത്, പുളിച്ചത്, ഇന്നലെ ഉണ്ടാക്കിയത്, ഈവൻ കാശ് കൊടുത്ത് മേടിച്ച ഭക്ഷണം പോലും ശുദ്ധല്ല എന്ന് പണ്ട് പറഞ്ഞിരുന്നതിൻ്റെ കാരണങ്ങളുണ്ട്. ഇതൊക്കെ ഭൂത ബാലൻസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നല്ല ജലം കുടിക്കുക, തട്ടും നിടവില്ലാതെ ചിന്തിക്കുക, ആവശ്യത്തിന് മാത്രം ചിന്തിക്കുക, ഒഴുക്കോട് കൂടിയിട്ടുള്ളൊരു ജീവിത രീതി ഉണ്ടാക്കുക, അതായത് ഒരു പ്രോപ്പർ സിസ്റ്റത്തിൽ കൊണ്ടുവരിക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജലം ശുദ്ധമാവും. വെള്ളം കുടിക്കൽ മാത്രമല്ല. മനസ്സിലായി.
ഏത് മേഖലയിൽ ഈ 5 ഭൂതങ്ങളുടെ കുറവും ആധിക്യവും സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിനെ എങ്ങനെ സമഗ്രമായി കൊണ്ടുവരിക? തൊഴിലിടത്തിലും ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വിനോദയാത്ര പോവുകയാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും ഇനി മറ്റ് വിനോദത്തിൻ്റെ സ്ഥലങ്ങൾ എവിടെയാണെങ്കിലും ഒരിക്കലും ഒരു ഡിസിപ്ലിനെ ബ്രേക്ക് ചെയ്യാതിരിക്കുക. ഇന്നത്തേക്കൊരു ദിവസത്തേക്ക് മാത്രം ഇങ്ങനെ ആവാം എന്ന് പറയുമ്പോൾ ചീറ്റ് ഡേകളൊക്കെ ഭൂതത്തിൻ്റെ ഇംബാലൻസ് ഉണ്ടാക്കും, ഒരു സംശയവും വേണ്ട. പക്ഷെ അതിനെ വീണ്ടും റീബാലൻസ് ചെയ്യാൻ പറ്റിയാൽ മതി. ഇന്ന് നമ്മൾ ജനറലി നമ്മൾ കേൾക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഡിപ്രഷൻ, ആങ്സൈറ്റിക്ക് മെഡിസിൻസ്, പാൽപിറ്റേഷൻസിന് മെഡിസിൻസ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ശരത്തേട്ടനത് പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇതിനെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ നാമജപോ ഇങ്ങനത്തെ പ്രാക്ടീസസ് ഒന്നും അറിയാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇതൊന്നും വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം അല്ല, അത് തന്നെയായിരുന്നു. അത് വളരെ പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് എന്തായിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റും? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പം ഞാൻ ശരത്തേട്ടൻ്റെ തന്നെ പ്രഭാഷണത്തിൽ നിന്ന് ചെയ്യുന്ന പ്രാക്ടീസസുകളാണ് കൂടുതലും ഈ പറഞ്ഞ പോലെ ഹനുമാൻ സ്വാമിനെ നമ്മളൊരു പർട്ടിക്കുലർ ഒരു ദേവതാ സങ്കല്പത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ലെങ്കിൽ, ആ ഒരു രുചി കിട്ടാൻ ഹനുമാൻ സ്വാമിയോട്, ജപത്തിന്റെ രുചി കിട്ടാൻ ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുക. ഹനുമാൻ മനസ്സിന്റെ പവറാണ്, ഡിസിപ്ലിൻഡ് ആയ മനസ്സാണ്, അതുകൊണ്ടാണ് ജപത്തിൽ രുചി വരുന്നത്. കറക്റ്റ്. അതുപോലെ നമുക്ക് പേടി പോലത്തെ ആ ഒരു ഫീലിംഗ്, ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ്, ഇന്ന് അതിനെ പാൽപിറ്റേഷൻ എന്നെല്ലാവരും പറയും. അപ്പം ആ ഒരു കറക്റ്റ് ഒരു ഇത് വരുമ്പോഴും എനിക്ക് ഭയങ്കര ചേഞ്ചാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു ഹനുമാൻ ചാലീസ കേൾക്കുക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രീറാം ജയറാം ജയ ജയറാം എന്ന് പറഞ്ഞ ആ ഒരു ചാൻറ്റിങ് മാത്രം മനസ്സിൽ ആലോചിച്ചാൽ തന്നെ ഇത് കാം ഡൗൺ ആവും. അപ്പം ഇതേപോലെ ഇങ്ങനെയുള്ള ഇപ്പം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഈ പ്രീമെനോപോസും PCOD ഒക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് ലൈഫ് ഹോർമോണൽ ഇംബാലൻസ് തന്നെ ശരിക്കും പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡാ. പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസുമായിട്ട് നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പൃഥ്വിതത്വം ഹാൻഡിൽ ചെയ്യാൻ, ഗ്രൗണ്ടഡ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാതിരിക്കുക. എപ്പോഴും നമ്മളല്ലാത്ത എന്തോ ആണെന്ന് അഭിനയിക്കുമ്പോഴൊക്കെ നമ്മളിലുള്ള പൃഥ്വിതത്വത്തിനെ തകർക്കും. നമ്മൾ വ്യാജനാവുമ്പോൾ, നമ്മൾ ഹിപ്പോക്രിറ്റ് ആവുമ്പോൾ പൃഥ്വിതത്വത്തിനെ തകർക്കുകയാണ്. അതിനെ നമ്മുടെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ ബെയർ ഫൂട്ടായിട്ട് നടക്കുക, പ്രത്യേകിച്ച് പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് ബെയർ ഫൂട്ടായിട്ട് നടക്കുക, ഒരു എക്സസൈസ്. ബിഹേവിയറൽ സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മനസ്സിൻ്റെ സൈഡിൽ എപ്പോഴും റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കുക, ഗ്രൗണ്ടഡ് ആയിരിക്കുക. ഒരു കാര്യത്തിൻ്റെ പ്ലസ്സും മൈനസും നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഗ്രൗണ്ടഡായി, വരുംവരായികൾ അറിഞ്ഞുകൊണ്ട്. അല്ലാണ്ട് ഒരു ഭ്രമത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്താലും അവിടെ പൃഥ്വിതത്വം കുഴപ്പമാണ്, ഗ്രൗണ്ടിങ് ഉണ്ടാവില്ല. വിനയം വളർത്തുക, ഇതൊക്കെ പൃഥ്വിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു റെഗുലർ എക്സസൈസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ശരീരത്തിൽ കൊടുക്കാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വെറും നിലത്ത് മണ്ണിൽ പുല്ലുള്ള സ്ഥലങ്ങളിൽ കാല് അമർത്തി നടക്കുക, ഇൻഫിനിറ്റി വാക്കിംഗ് എന്നൊക്കെ പറയും, 8 പോലെ നടക്കുക. അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് നോക്കണം, വഴിയിലൊക്കെ മോശമായിട്ട് കല്ലും കപ്പൂച്ചിലൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. എന്നാലും അടുത്തുള്ള ദേവാലയത്തിലേക്ക് വെറും കാലോട് കൂടിയിട്ട് മീൻസ് ബെയർ ഫുട്ടായിട്ട് നടന്നു പോവുക, ചെരുപ്പ് ഇട്ട് പോയി അഴിച്ചു വെക്കണമല്ല ഞാൻ പറഞ്ഞ് നടന്നു പോവുക. ഈ ശബരിമല വ്രതത്തിൽ ഈ 5 എലമെൻറ്റുകളെയും ബാലൻസ് ചെയ്യാനുള്ള അനവധി വിദ്യകളുണ്ട്. വെറും നിലത്ത് കിടക്കുക അതെല്ലാവർക്കും പറ്റില്ല, പക്ഷെ വെറും കാലോടെ നടക്കാൻ പറ്റുന്നിടത്തോളം അറ്റ്ലീസ്റ്റ് വീട്ടിൻ്റെ മുറ്റത്തെങ്കിലും നമുക്ക് നടക്കാം. അങ്ങനെ അത് ഗ്രൗണ്ട് ചെയ്യാം നമുക്ക്. ജലതത്വത്തിനെ ശുദ്ധമായിട്ടുള്ള ജലം കുടിക്കുക, ഇരുന്ന് കുടിക്കുക, സിപ്പ് ചെയ്ത് കുടിക്കുക, ജലം ചവച്ച് കുടിക്കുക. ജലം ചവച്ചാ കുടിക്കേണ്ടെന്നാ പറയുക. സിംഹമൊക്കെ കഴിക്കുന്നുണ്ട്, ചവച്ചിട്ടാണ് കഴിക്കുക അവർ. ശരിക്കും അങ്ങനെ വേണം കഴിക്കാൻ. അപ്പോൾ എലമെൻ്റ് അങ്ങനെ ആ ജലത്തിനെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണതിൻ്റെ കൃത്യമായിട്ടുള്ള ഫോമിൽ നിന്നിട്ട് കുടിക്കുക, ഒഴിച്ചു കുടിക്കുക, ഗൾപ്പ് ചെയ്തിട്ട് ബാക്ക് ടു ബാക്ക് കുടിക്കുക. അപ്പോൾ നമ്മളൊക്കെ ചെയ്യും, പക്ഷേ
ജലം കറക്റ്റായിട്ട് ശരീരത്തിലേക്ക് ഹാൻഡിൽ ആവണമെങ്കിൽ അബ്സോർബ്ഡ് ആവണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സിപ്പ് ചെയ്ത് അതും ഗൾപ്പ് ചെയ്യാണ്ട് ഒന്ന് ച്യൂ ചെയ്തിട്ട് ജലത്തെ ചവച്ചു കുടിക്കണം എന്ന് പറയും. ദ്രാവകങ്ങളൊക്കെ ചവച്ചു കുടിക്കണം, കട്ടായിട്ടുള്ളതൊരു ചവച്ച് ഇറക്കണം എന്നാ പറയുക. അപ്പോൾ അതുമാതിരി ച്യൂ ചെയ്തിട്ട് വേണം അത്രേ. അപ്പോൾ സിപ്പ് ചെയ്ത് വരുമ്പോൾ ബോഡിയിൽ അത് പിടിക്കാനുള്ള സാധ്യത കൂടും. ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ. അതിന് വേറെ കുറേ റീസൺസ് ഉണ്ട്, യോഗിക്കായിട്ടുള്ള റീസൺസ് ഉണ്ട്. അതാണൊന്ന്. പിന്നെ തട്ടും തടവും ഇല്ലാണ്ട് ചിന്തിക്കാൻ പഠിക്കുക. നമുക്ക് ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാം തലയിൽ വെച്ചുകൊണ്ട് നടക്കാണ്ട് ഒരു പേപ്പർ എടുത്ത് എഴുതുക. എഴുത്തൊരു ശീലാക്കിയാൽ തന്നെ ജലതത്വം മനസ്സിൽ കറക്റ്റാവും. ഡയറി എഴുതുക, അല്ലെങ്കിൽ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം, ഒരു ദിവസം ചെയ്യേണ്ട കാര്യം, ഇത് മുഴുവൻ തലയിൽ വെച്ച് ഉറങ്ങാൻ പോയിട്ടാണ് ഉറക്കം വരാത്തത്. നേരെ മറിച്ച് അത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങുക. രാവിലെ വന്നിട്ട് ആ ലിസ്റ്റ് എടുത്താൽ മതി, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇത് നാളെ ഇതൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ കയറ്റി വയ്ക്കും, വെറുതെ ഒരു ഭാരം കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് ജലത്തിനെ ഹാൻഡിൽ ചെയ്യാം. പിന്നെ വരുന്ന ആൾ അഗ്നിയാണ്. അഗ്നി എപ്പോഴും എന്താ വെച്ചാൽ ശരിയായിട്ടുള്ള ഭക്ഷണം, ശരീരത്തിൽ അമിതമായ ചൂടുണ്ടാക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ വല്ലാണ്ട് തണുപ്പുണ്ടാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണം കഴിക്കരുത്. അപ്പോഴാണ് അഗ്നിയെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുക. പിന്നെ കോപിക്കുക, കോപ സ്വഭാവം കൂടുതലാണെങ്കിൽ നമുക്ക് വായുവിൻ്റെ കൂട്ട് പിടിച്ചിട്ട് വേണം അഗ്നിയെ ഹാൻഡിൽ ചെയ്യാൻ. അവനവൻ്റെ ശ്വാസം ശ്രദ്ധിക്കുക, മാറി നിൽക്കുക, ഡീപ്പ് ബ്രത്ത് എടുക്കുക, കൗണ്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞതിലുള്ള പരിപാടികൾ ചെയ്തുകൊണ്ട് കോപം നിയന്ത്രിച്ചാൽ തന്നെ അഗ്നി കറക്റ്റാവും. പിന്നെ സെക്ഷുവൽ ലൈഫിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരിക. അത് അമിതമാവാണ്ടി ഒട്ടുമല്ല ഇല്ലാതെ അങ്ങനെ ആവാതെ ഒരു അവനവൻ്റെ ശരീരത്തിനെ നശിപ്പിക്കാത്തൊരു ഋത അത് അവനവൻ കണ്ടെത്തണം. ഇത് അഗ്നി വലിയൊരളവോളം ഹാൻഡിൽ ചെയ്ത് തരും. കൃത്യമായിട്ടുള്ള വ്രതങ്ങൾ എടുക്കുന്നത് ശരിക്കും അഗ്നിയെ ഹാൻഡിൽ ചെയ്യാനാണ്. ഏകാദശി, പ്രദോഷം, അങ്ങനത്തെയൊക്കെ 15 ദിവസം കൂടുമ്പോൾ വ്രതം എടുക്കുന്നത് ഈ അഗ്നിയെ ഹാൻഡിൽ ചെയ്യുന്നതിൽ വലിയൊരു ഗുണം ചെയ്യും. കാരണം ഈ 3 തരം അഗ്നികൾ, ജഠരാഗ്നി, ഗാർഹവത്യാഗ്നി, ദക്ഷിണാഗ്നി, ഇത് 3 മെറ്റബോളിസത്തിനെ ഹാൻഡിൽ ചെയ്തത് ശരിക്കും. നമ്മുടെ മെറ്റബോളിസം കറക്റ്റായാൽ തന്നെ അഗ്നി ഹാൻഡിലായി. അപ്പോൾ അതിനെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള എൻവയോൺമെൻറ്റുകളാണ്. നമ്മളിന്ന് കൂടുതൽ എ സിയിലായിരിക്കുന്നത്, അല്ലെങ്കിൽ കൊടുംചൂടുള്ള റോട്ടിലിറങ്ങണം. ഇപ്പോൾ ഇതിൻ്റെ ഈ എക്സ്ട്രീംസിനെ ഒഴിവാക്കിയാൽ തന്നെ അഗ്നി കറക്റ്റാവും. മനസ്സിലായില്ലേ? പിന്നെ വരുന്നത് വായുവാണ്. വായുവിനെ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് പ്രാണായാമം ഒന്നും പറ്റിയില്ലെങ്കിൽ അവനവൻ്റെ ശ്വാസത്തിനെ ശ്രദ്ധിക്കുക. അതിൻ്റെ ഋതം ശ്രദ്ധിച്ച് കുറച്ച് നേരം ഇരുന്നാൽ തന്നെ വായു ശുദ്ധവും. മനസ്സിനെ അടക്കാൻ ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ് ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതൊരു ധ്യാനമാണ്. ഇപ്പോൾ വിപാസനയിലൊക്കെ ശ്വാസം, അങ്ങനെ ചില പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ തന്നെ ശ്വാസത്തിൽ ബൗദ്ധമായിട്ടുള്ള ചില മെഡിറ്റേഷൻസൊക്കെ വെറും ശ്വാസം ശ്രദ്ധിക്കൽ മാത്രം, അല്ലാണ്ട് മനസ്സിനെ ഒരു പോയിന്റ് കൊണ്ടു വയ്ക്കുകയോ എന്തിനെങ്കിലും ആലോചിക്കുക. അവനവൻ്റെ ശ്വാസം വെറുതെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി, വെറുതെ ഇരിക്കും. അത് തന്നെ ധ്യാനവും. പുറത്തേക്ക് പോകുന്നു, അകത്തേക്ക് പോകുന്നു. നമ്മുടെ ഋതം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കുക, എൻ്റെ ഏത് മൂക്കിൽ കൂടെയാണ് കൂടുതൽ ശ്വാസം വരുന്നത്, ഇടത്ത് ചരിഞ്ഞാണോ വലത്ത് ചരിഞ്ഞാണോ ഞാൻ എണീച്ചത്, അപ്പോൾ ഏത് നോസ്ട്രിലിൽ കൂടെയാണ്. സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറ് ജലദോഷം വരുമ്പോഴേ ശ്രദ്ധിക്കുകയുള്ളൂ. എവിടെ തുറക്കണമെന്നനുസരിച്ച് നമ്മൾ ചെരിഞ്ഞ് കിടക്കും, അല്ലേ? അത് തന്നെയാണ് നോർമലി സംഭവിക്കുന്നത്. വലത്തെ മൂക്കിൽ കൂടെ ആകുമ്പോൾ നമ്മൾക്ക് സൂര്യനാഡി ആക്ടിവേറ്റായി, പിങ്കള. ഇടത്തെ നാഡിയാകുമ്പോൾ അത് ചന്ദ്രനാഡി ആക്ടിവേറ്റായി. അപ്പോൾ ശരീരം വല്ലാണ്ട് ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ വായുവിനെയും കറക്റ്റ് ചെയ്യാം, അഗ്നിയും കറക്റ്റ് ചെയ്യാം. ശരീരം ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇടത്തെ നാഡി തുറക്കണം. അപ്പം നമ്മൾ എന്താ പറയുക, ഇടതുവശം ചെരിഞ്ഞ് കിടക്കുക. മറ്റേ വലത്തെ നാഡി തുറന്ന വലത്തെ നാടി നോക്കുക, വലതുവശം ചെരിഞ്ഞ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ചെരിഞ്ഞ് കിടക്കലുകളുടെ ഇത് വെച്ചിട്ട് അവനവൻ്റെ ശരീരത്തിനെ അവനവൻ മനസ്സിലാക്കി കണ്ടെത്തിക്കൊള്ളണം. ഇത് തന്നെ ദഹനം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇടത് ചെരിഞ്ഞ് കിടന്നാൽ ദഹനം കൂടും, വലത് ചെരിഞ്ഞ് കിടന്നാൽ ദഹിക്കാൻ സമയം എടുക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് ലിവറിനെയും പാൻക്രിയാസിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എലമെൻറ്റുകളെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഹെൽത്തി ആയാൽ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഹെൽത്തിലേക്ക് വരും. പിന്നെ ഭാരം, ശരീരം, പിണ്ഡം, അവിടെയാണ് ആകാശം സൈലൻസ് കൊണ്ടാണ്. നിശബ്ദത ശീലിക്കുന്നതിൽ കൂടെ, മൗനം ശീലിക്കുന്നതിൽ കൂടെ, എന്താ വെച്ചാൽ ഇൻറ്റേർണൽ മൗനം. വെറുതെ പുറത്ത് മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല. ദിവസം 10 മിനിറ്റ് 5 മിനിറ്റ് അലാം വെച്ച് അല്ലെങ്കിൽ ടൈമർ വെച്ചിട്ട് ശീലിച്ചു തുടങ്ങി ക്രമേണ അത് 1 മണിക്കൂറിലേക്കും 2 മണിക്കൂറിലേക്കും
വർഷങ്ങളാവുമ്പോൾ കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ ഒരു ദിവസം മുഴുവനും മൗനമായിട്ടിരിക്കുന്ന തരത്തിലേക്ക് ശീലിച്ച് കൊണ്ടുവരണം എന്നാണ് പറയുക. അപ്പോൾ ട്രൂ സൈലൻസ് കിട്ടും. അത് കിട്ടി ആകാശ ശുദ്ധമായി, ആ എലമെൻ്റ് ശുദ്ധമാവും. ഇതിനെ എല്ലാറ്റിനും കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനാവുന്ന പോലെ ഒരു ചിട്ടയുള്ള ജീവിത രീതി ഉണ്ടാക്കിയെടുക്കുക. ആ ജീവിത രീതിയിൽ എല്ലാ ദിവസവും 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് മൗനം വേണം. മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കണം, മൈൻഡ്ഫുള്ളായിട്ട് വെള്ളം കുടിക്കണം, മൈൻഡ്ഫുള്ളായിട്ട് ശ്വസിക്കണം. നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് സദാ മൈൻഡ്ഫുള്ളായിരിക്കണം. മനസ്സിരുത്തി കോൺഷ്യസ്ലി ജീവിച്ചാൽ മതി. ഇഫ് യു ലിവ് കോൺഷ്യസ്ലി യുവർ എലമെൻറ്റ്സ് വിൽ ബി ബാലൻസ്ഡ് ഓട്ടോമാറ്റിക്കലി. അൺകോൺഷ്യസ് ആയിട്ട് ജീവിക്കണോണ്ടാണ്, ഒരു ബോധമില്ലാണ്ട് ജീവിക്കണോണ്ടാണ് എലമെൻറ്റുകൾ കുഴപ്പത്തിൽ പോകുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ ശരീരത്തിലെ അപ്പോൾ ബ്ലഡ് വർക്ക് ചെയ്തു, നമ്മൾ റുട്ടീൻ എടുത്തു, ഡെഫിഷ്യൻസികൾ കണ്ടാൽ അതിനാവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കുന്നില്ലേ, അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കില്ലേ? അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒരു ഡെയിലി ഓഡിറ്റ് എടുക്കുക. ദിവസവും നമുക്കൊരു ഓഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, ആഴ്ചയിൽ ഒരു ഓഡിറ്റെങ്കിലും എടുക്കുക. ഈ ആഴ്ചയിൽ എനിക്കുണ്ടായ ദുരനുഭവങ്ങൾ എന്തൊക്കെയാണ്, നല്ല അനുഭവങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ മനസ്സെപ്പോഴൊക്കെ വീണു, എപ്പോഴൊക്കെ എനിക്ക് സന്തോഷം തോന്നി. ഇതിനൊന്നും മെനക്കെടാൻ വയ്യ ആൾക്കാർ. ബാക്കി 100,000 വേണ്ടാത്തതിന് സമയം കളയും ഫോൺ എടുത്തിട്ട്. ഇത് വെറുതെ ഒന്ന് നോട്ട് ചെയ്താൽ മതി, ഒരു നോട്ട് പാഡിലോ എന്തിലെങ്കിലും ഒന്ന് നോട്ട് ചെയ്താൽ മതി. ആ നോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി വരുമ്പോൾ തന്നെ എലമെൻറ്റുകൾ കറക്റ്റാവാനുള്ള തലത്തിലെത്തിക്കഴിഞ്ഞു. മറ്റേത് തലയിലൊരു പുകയായിട്ട് നമ്മൾ നടക്കുമ്പോൾ വി ആർ നോട്ട് പ്രിപ്പയർഡ്. ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് ക്ലാരിറ്റി വരാണ്ടിയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി ആ പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻ കിട്ടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇനി കിട്ടിയാലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്താലും ഇഫക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടൊരു പ്രോബ്ലം ഉണ്ടെന്നും ആ പ്രോബ്ലം ഇതാണെന്നും നമുക്ക് ക്ലാരിറ്റി വേണം. പഞ്ചഭൂതങ്ങളുടെ ബാലൻസിങ് ഈ ഇംബാലൻസ് ഉണ്ട് എന്നും അത് എന്തിൻ്റെയൊക്കെയാണ് ഇംബാലൻസ് എന്ന് നമ്മൾക്ക് നമ്മുടെ ബിഹേവിയർ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇത് തിരിച്ചറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അവനാവുന്ന മെഷേഴ്സ് എടുത്താൽ മതി. മനസ്സിൻ്റെ തലത്തിൽ, ആത്മാവിൻ്റെ തലത്തിൽ, അതായത് സ്പിരിച്വലി, മെൻ്റലി ആൻഡ് ഫിസിക്കലി ഓട്ടോമാറ്റിക്കലി ആ ബാലൻസ് അവിടെ വരും. വാസ്തവത്തിൽ പല മരുന്നുകളും ഇപ്പം നേരത്തെ അശോക് ചോദിച്ചുകൊണ്ട് പറയണത് ഈ മനസ്സിന് കഴിക്കുന്ന ഡ്രഗുകൾ, ശരീരത്തിന് കഴിക്കുന്ന ഡ്രഗുകൾ, ഈ ഡ്രഗുകൾ ഒന്നിനെ നിലനിർത്തുമ്പോൾ വേറെ 4 എലമെൻറ്റിനെ കുളത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത്. അതേമാതിരി തന്നെ സ്ത്രീകളിൽ ഹോർമോണൽ ചേഞ്ചുകൾ വരുന്ന കാലത്ത് ശരീരത്തിൽ തന്നെ ഒരു എലമെൻറ്റിനെ ബാലൻസ് ചെയ്ത് പിടിക്കാൻ നോക്കുകയാണ് ദേഹം. അപ്പോൾ ബാക്കിയുള്ള എലമെൻറ്റുകളൊക്കെ ആഡിയോലയും ഇംബാലൻസ്ഡ് ആവും. ഇത് നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് റെഗുലർ പ്രാണായാമം, റെഗുലർ ജപം, കൃത്യനേരത്തുള്ള ഭക്ഷണം, എന്ത് കഴിക്കണമെന്നുള്ള ഉള്ളത് മിതമായി കൃത്യനേരത്ത് കഴിക്കുക, കൃത്യനേരത്ത് ഉറങ്ങുക. ഉറക്കം വലിയൊരു ഘടകമാണ് പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്യണതിൽ. 8 മണിക്കൂർ ശരാശരി ഉറക്കം കിട്ടണം. യോഗികളും ശക്തന്മാർക്കൊക്കെ 3 മണിക്കൂർ, അരമണിക്കൂർ ഉറങ്ങിയാൽ മതി. അവർക്ക് ഉറക്കം ആവശ്യമില്ല. കാരണം അവർക്ക് ബോഡി പഞ്ചഭൂതം ബാലൻസ് ചെയ്യാൻ വേറെ വഴിയുണ്ട്. പഞ്ചഭൂതം ഇംബാലൻസിൽ പോകുമ്പോൾ ശരീരത്തിന് ഫറ്റീഗ് വരുന്നു. അത് കറക്റ്റ് ചെയ്യാനാണ് ഉറങ്ങണം. അതുകൊണ്ട് ഉറക്കം, ശരിയായിട്ടുള്ള ലൈംഗിക ജീവിതം, ശരിയായിട്ടുള്ള ഭക്ഷണം, ശരിയായിട്ടുള്ള കാഴ്ചപ്പാട്, ശരിയായിട്ടുള്ള സാമൂഹ്യ ജീവിതം, ഇതെല്ലാം പഞ്ചഭൂതങ്ങളുടെ ബാലൻസിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ആത്മാവിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് എഫക്റ്റ് ചെയ്തോ അത് ഈ ഭൂതങ്ങൾ ഏതെങ്കിലും ഒന്നിനെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിനെ ഇളക്കണു. നമ്മൾ വണ്ടിക്ക് മെയിൻ്റനൻസ് കൊടുക്കുന്നുണ്ട്, അവനവന് മെയിൻ്റനൻസ് കൊടുക്കുന്നില്ല, സർവീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ സർവീസിങ് റെഗുലർ സർവീസ് വേണം. അതിൻ്റെ ഭാഗമാണ് ജപം, അല്ലെങ്കിൽ പ്രാണായാമം, മറ്റ് എന്ത് ചിട്ട കൊണ്ടുവന്നാലും അത് വർക്കൗട്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മൈൻഡ്ഫുള്ളി ജീവിക്കുക. കോൺഷ്യസ് ആയിട്ട് ജീവിച്ചാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഭൂതങ്ങൾ ബാലൻസ്. ഭൂതം ബാലൻസ് ആയാൽ അതെങ്ങനെ തിരിച്ചറിയാറ്? തേജസ്സായിട്ടാണ് തിരിച്ചറിയുക. ശാന്തത, തേജസ്, കല എന്ന് പറയും നമ്മൾ. ഒരു ഗ്രേസ് വരും ഓട്ടോമാറ്റിക്കലി, ഐശ്വര്യം. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അതിപ്പോൾ നിറം കൊണ്ടോ ലുക്ക് സൗന്ദര്യം കൊണ്ടൊന്നല്ല, അറിയും നമുക്കത്. ഓറയിൽ പ്രസൻസ് ഫീൽ ചെയ്യും. ചെറുത്തേട്ടൻ ഈ ചിട്ട പറഞ്ഞപ്പം
ബ്രദറിൻലാൻ്റെ രണ്ടാമത്തെ മോളുണ്ട്. ഒരു ഇടയ്ക്കിടയ്ക്ക് കോളിൽ വരുമ്പോൾ അപ്പോൾ അവളിങ്ങനെ ഇപ്പം പ്രിയ അവൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അവളൊരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, വല്യച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, വല്യച്ഛൻ ഞാൻ പിന്നെ വല്യച്ഛൻ എഴുന്നേറ്റ് ചോദിക്കണ്ടല്ലോ, കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വല്യച്ഛൻ എന്തിനാ ഈ റോബോട്ടിനെ പോലെ ജീവിക്കുന്നത്? അവള് നമുക്ക് സമയത്തിന് ഇത് ചെയ്താൽ പോരെ, ഇങ്ങനെ പോരെ, എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ബാക്കി ചെയ്താൽ പോരെ. എനിക്കതിന് ഉത്തരവ് ഉണ്ടായിരുന്നില്ല പറയാനായിട്ട്. പക്ഷെ അവളുടെ ആ തോട്ട് പോയത് ചിട്ടയായിട്ട് പോകുന്നതെല്ലാം മെക്കാനിക്കൽ ലൈഫാണ്, റോബോട്ടിനെ പോലെയാണെന്നാണ്. മനസ്സ് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നതാണ്. ഒരു ചിട്ടയുടെ സ്ട്രക്ചറുകളെ എപ്പോഴും മനസ്സ് എസ്കേപ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. ചിട്ടയുടെ സ്ട്രക്ചറുകൾ എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്ന മനസ്സ് വളരെ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആവുകയും ചെയ്യും. ചിട്ട ഞെരിക്കുന്നതാവരുത്. ചിട്ട ജീവിതഗന്ധിയാവണം, ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്നതാവണം. നമ്മുടെ ലൈഫിനെ കൂടുതൽ പുഷ്ടിയും കൂടുതൽ എന്താ പറയുക എലക്വൻറ്റും ആക്കുന്നതാണ് ശരിയായിട്ടുള്ള ചിട്ട. ലൈഫ് അനായാസമാവണം, അല്ലാണ്ട് ചിട്ടയ്ക്ക് നമ്മൾ അടിമയാവരുത്. എന്നാൽ അതേസമയം എസ്കേപ്പിസ്റ്റും ആവരുത് അപ്പുറത്ത്. അതുകൊണ്ടാണ് ഒന്നും അമിതവും ആവരുത്, ഒന്നും ഒട്ടുമില്ലാത്ത അവസ്ഥയിൽ ഡെഫിഷ്യൻറ്റും ആവരുതെന്ന് പറയണത്. ആ സെൻട്രൽ പാത്ത് പിടിക്കാൻ പറ്റണം. സെൻട്രൽ പാത്ത് പിടിക്കാൻ പറ്റുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളും അലൈൻഡ് ആവും, പ്രകൃതിയായിട്ട് നമ്മുടെ അലൈൻഡ് ആവും. നമ്മൾ പഞ്ചാംഗത്തിൽ പറഞ്ഞ മാതിരി 6 ഋതുവായിട്ട് അലൈൻഡ് ആവും, പ്രകൃതിയുടെ താളത്തിനനുസരിച്ചിട്ട് നമ്മൾ. അതെ അതെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീവിദ്യയുടെ വിഷയം ലളിതോഖ്യാനത്തിൽ സംസാരിക്കുമ്പോൾ ഞാനതാ പറഞ്ഞു, പ്രകൃതിയുമായിട്ടുള്ള അലൈൻഡ് ആവുന്ന ഫിലോസഫിയാണ് ശ്രീവിദ്യ ശരിക്കും. അതിൻ്റെ മന്ത്രഭാഗം, ആചാരഭാഗമൊക്കെ വിശാലമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അതിലേക്കാണ് കൊണ്ടുവന്നത് നമ്മളെ. അതുകൊണ്ടൊരു ശരാശരി മനുഷ്യൻ അവന് മന്ത്രദീക്ഷ കിട്ടിയോ ഇല്ലയോ അതൊന്നും വിഷയമൊന്നുമല്ല, പദ്ധതിയിലേക്ക് കയറിയോ ഇല്ലയോ എന്നല്ല. അവൻ എന്ന് കൃത്യമായിട്ടുള്ള അളവിലുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പ്രകൃതിയോട് അലൈൻഡ് ആയിട്ടൊരു ജീവിതം ജീവിക്കാൻ തുടങ്ങണോ അവൻ ശ്രീവിദ്യയുടെ പാതയിലേക്ക് കയറിക്കഴിഞ്ഞു. ആ പാത ജീവിച്ച് കാണിച്ച മഹാത്മാക്കളുടെ ലിസ്റ്റ് പറഞ്ഞതിൽ ഞാൻ ആദ്യം പറഞ്ഞത് കൃഷ്ണനെയാണ്, ഭഗവാനെ പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിതിൻ്റെ ഫണ്ടമെൻ്റൽ പോയി നോക്കണോണ്ടാണ് പഞ്ചഭൂതം എന്നൊക്കെ പറയണത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ജീവിതത്തിൽ ഏത് മേഖലയാണ് അത് സ്പർശിക്കാത്തത്? ഏത് സാധാരണക്കാരനാണെങ്കിലും, ഏത് വലിയ ഭരണാധികാരിയോ മഹാത്മാവാണെങ്കിലും, ഏത് പുല്ലും ഉറുമ്പും തൊട്ടിട്ട് ഈ കാണാവുന്ന ഖഗോളങ്ങൾ വരെയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഈ പറയുന്ന എലമെൻറ്റുകളുടെ കളിയാണ് നമ്മളടക്കം, അല്ലേ? മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്ന ജീവികളായതുകൊണ്ട് നമ്മുടെ ആന്തരിക ലോകത്തും അവരുടെ എത്രമാത്രം, നമ്മുടെ ഇൻറ്റേർണൽ വേൾഡിലും പഞ്ചഭൂതങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പഞ്ചാക്ഷരത്തിൻ്റെ 5 അക്ഷരങ്ങളിലേക്ക് അതിനെ ആ 5 അക്ഷരങ്ങളായിട്ടത് പറഞ്ഞിരിക്കുന്നത്. 5 തിരിയിട്ട് വിളക്ക് കൊളുത്തണ തന്നെ അതിനാണ്. നമ്മൾ 4 ദിക്കുമ്പോൾ 5-മതൊരു ദിക്ക് ഈശാന കോണിലേക്കെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ 5 തിരിയിട്ട് കൊളുത്തുന്ന വിളക്ക് ഭദ്രദീപത്തിന് ഇത്രയ്ക്കും ശക്തി, ഭയത്തെ ദ്രവിപ്പിക്കുന്നതെന്ന് ഭദ്രത്തിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ 5 തിരിയിട്ട് കൊളുത്തുന്ന വിളക്കിനെയാണ് ഭദ്രദീപം എന്ന് പറയുക. എന്തുകൊണ്ടത് ഭദ്രമാണ്? അവിടെ നമ്മൾ 5 എലമെൻറ്റുകളെയും ബാലൻസ് ആക്കിയിട്ട് വെച്ചു എന്ന സങ്കല്പത്തിൽ അത് കൊളുത്തുന്നു. അതുകൊണ്ടാണ് ഭയം ദ്രവിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ ഇംബാലൻസ് ആവുന്ന സ്ഥലത്തേ ഭയമുള്ളൂ, പഞ്ചഭൂതങ്ങൾ ബാലൻസ് ആവുന്ന സ്ഥലത്ത് ഭയമില്ല. കാരണം എന്താ? സ്ട്രക്ചർ ഇൻടാക്റ്റ് ആയിരിക്കും, ഉണ്ടാക്കുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴില്ല. ഈ സങ്കല്പത്തെ അതുകൊണ്ടുള്ള ഉദ്ഘാടനങ്ങൾക്ക് ഭദ്രദീപം കൊളുത്തുന്നു. ഇപ്പോൾ പക്ഷേ കൊളുത്താനുള്ള ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് തിരിയിടുകയാണ്. 15 തിരിയൊക്കെയാണ് ഓരോ സ്ഥലത്ത്, കൊളുത്തിയിട്ട് കഴിയില്ല. അങ്ങനെ കൊടുക്കും, അങ്ങനെ കൊടുത്ത് അതാണ്.